നിയമസംരക്ഷണ കൌൺസിലിന്റെ കീഴിൽ തിരുവനന്തപുരം ആറമടയിൽ പ്രവർത്തിക്കുന്ന സ്വപ്നക്കൂട് അഗതി മന്ദിരം, കൊട്ടാരക്കര മൈലം സ്നേഹധര എന്നിവയുടെ നേതൃത്വത്തിൽ ഗോത്ര സഞ്ചലനം പദ്ധതി പത്തനംതിട്ടയിൽ യാഥാർത്ഥ്യമാക്കും. കോന്നി, കൊക്കാത്തോട്, കോട്ടപ്പാറ ആദിവാസി മേഖലയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ യഥേഷ്ടം ലഭ്യമാണെങ്കിലും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആദിവാസി സമൂഹത്തെ മനുഷ്യരായി കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയാൽ ജീവിതം ദുരിതപൂർണമായി തള്ളിനീക്കി കഴിയുകയാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ കഴിയുന്ന ആദിവാസികൾ. കോന്നിയിൽ നിന്നും വാഹനമാർഗം 38ലധികം കിലോമീറ്റർ ഉൾവനത്തിലൂടെ സഞ്ചരിച്ചാൽ അരുവാപുരം പഞ്ചായത്തിലെ കൊക്കാത്തോട്, കോട്ടപ്പാറ ഗിരിജൻ കോളനിയിൽ നമുക്കെത്താം. 30ലധികം ആദിവാസികൾ താമസിക്കുന്ന ഈ മേഖലയിൽ ഇപ്പോൾ കടുത്ത വറുതിയിലാണ്. പാർപ്പിടം, കുടിവെള്ളം, പോഷക ആഹാരങ്ങളുടെ ലഭ്യതക്കുറവ് എന്നിവ നിമിത്തം ജീവിക്കുന്ന കോലങ്ങളായി കഴിയുകയാണെന്ന് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും സാംബവ മഹാസഭ യൂത്ത് സംസ്ഥാന പ്രസിഡന്റുമായ സതീഷ് മലശ്ശേരി കൂട്ടിച്ചേർത്തു. കോന്നി നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ കൊക്കത്തോട് ഗിരിജൻ കോളനി. ഇവിടെ അടിസ്ഥാനപരമായി യാതൊരു സൗകര്യങ്ങളുമില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ അതിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇവരെ കണ്ടെത്തി തന്നെ ഏറ്റവും നല്ല ഒരു പ്രദേശം എന്ന നിലയിൽ തന്നെ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യുവാനെ കൊണ്ടുള്ള എന്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാകും. പട്ടികജാതി പട്ടിക വകുപ്പിന്റെ സഹായം യഥാസമയം എത്തിക്കാതിരിക്കുകയും SC/ST പ്രൊമോട്ടർമാരുടെ ശ്രദ്ധക്കുറവും നിമിത്തം ഇപ്പോൾ ഈ മേഖല കടുത്ത അവഗണനയിലാണ്. ഇത് മനസ്സിലാക്കിയാണ് ഗോത്രമേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന നിയമസംരക്ഷണ കൌൺസിലിന് കീഴിൽ തിരുവനന്തപുരം ആറമടയിൽ പ്രവർത്തിക്കുന്ന സ്വപ്നക്കൂട് അഗതി മന്ദിരം സഹായം എത്തിക്കുമെന്ന് സെക്രട്ടറി PB ഹാരിസ്, പ്രസിഡന്റ് രമണി നായർ എന്നിവർ അറിയിച്ചു. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവുള്ള ഒരു മേഖലയാണ്. സതീശിനെ പോലുള്ള ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഈ വഴി കാണിച്ച് ഇവിടെ എത്തിയത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ഏകദേശം 35ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിട്ടുള്ള ഒരു പ്രദേശമായത് നമ്മൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ സ്വപ്നക്കൂട് ഈ നിയമസംരക്ഷണ കൌൺസിൽ സ്വപ്നക്കൂട് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി ഇപ്പോൾ ഇവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുക വേണ്ടിയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗോത്രസഞ്ചലനം എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തി തന്നെ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉള്ള ഒരു തുടക്കം കുറിക്കുകയാണ് ഈ കോളനി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ജനുവരി അവസാന വാരം സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ മേഖലയിൽ ഗോത്ര സഞ്ചലന പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് സ്വപ്നക്കൂടിന്റെ തീരുമാനം. SCB ന്യൂസ്, പത്തനംതിട്ട.